ത്രീ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അന്നേരം എന്നത്തെയും പോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മളെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി അടുപ്പിൽ മയക്കാൻ വെക്കില്ല, നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിന് വേണ്ടി വെച്ചാണ്ടോ. രണ്ടെണ്ണം ഇങ്ങനെ ചെയ്തു, ഇനി ഒരെണ്ണം കൂടിയുള്ളൂ, അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കടലക്കറിയാണ് കേട്ടോ, കടലക്കറിയും ദോശയാണ്. അന്നേരം കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് കടലയും കിഴങ്ങും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കടലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും വലിയ ജീരകവും ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി. ഇവിടെ ഇഞ്ചി ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അരച്ചാണ് കേട്ടോ ചേർക്കാറ് അധികം. അതൊക്കെ കൂടെ അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കടല വറുത്തരച്ച് കറി വെക്കാറില്ല കേട്ടോ. പിന്നെ കടലക്കറിക്ക് നമ്മൾ കടല അരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. അതങ്ങ് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പുള്ള കടലക്കറി ഇട്ടു കേട്ടോ. അത് കടലക്കറി അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം ചോറ് ഊറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അത് വേഗം ചോറ് ഊറ്റാന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അന്നേരം ശ്യാമേട്ടൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അന്നേരം അതിനോടാണ് കേട്ടോ ഓരോ വർത്തമാനങ്ങൾ പറയണത്. പിന്നെ രാവിലത്തെ നമ്മൾ ഈ കോലമൊന്നും കണ്ടിട്ട് ആരും ഒന്നും ഞെട്ടിപ്പോലെ കേട്ടോ. രാവിലെ കാതിലും കഴുത്തിലൊന്നും കാണത്തില്ല. ഈ ഒരു കോലത്തിലാണ് ഞാൻ ഇവിടെ ഉണ്ടാകുക. മിക്ക ദിവസങ്ങളും എൻ്റെ പകലിലെ കോലം ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ലൈവ് എടുക്കുമ്പോഴും പിന്നെ വീഡിയോ എടുക്കുമ്പോഴും മാത്രം നമ്മൾ കാതിലും കഴുത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി പിടിച്ച് വീഡിയോസ് എടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഒരു രൂപത്തിൽ തന്നെയായിരിക്കും വീട്ടിലേക്ക് ഉണ്ടാവുക. അതുകൊണ്ട് യാദൃശ്ചികമായിട്ട് ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഈ ചേച്ചി തന്നെയാണോ ആ വീഡിയോസ് എടുക്കുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഉപ്പേരിക്കതാ നമ്മളെ വയലറ്റ് കാബേജാണ് കേട്ടോ. വയലറ്റ് കാബേജ് കുറേ ഐറ്റം കൊണ്ടുവന്നിട്ട് മറ്റേ സാധാ കാബേജ് തന്നെയാണ് കൊണ്ടുവരൽ. ഇവിടെ എല്ലാവർക്കും വയലറ്റ് കാബേജിനോട് കേട്ടോ കൂടുതൽ ഇഷ്ടം. മറ്റേ സാധാ കാബേജിനെക്കാട്ടിലും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം എപ്പോഴും ഒന്നും കൊണ്ടുവരാറില്ല കേട്ടോ. കടയിൽ കാണുമ്പോൾ ഒക്കെ ആൾ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് വരാറുണ്ട് കേട്ടോ. അന്നേരം ഇതിപ്പോൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 3 പ്രാവശ്യം ഉപ്പേരി വെക്കാനുണ്ട്. പിന്നെ ദോശ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ചൂടുന്നുണ്ട് കേട്ടോ. ദോശ ചൂടുള്ള അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഉപ്പേരി കരിയിൽ നടക്കുന്നുണ്ട്. പൊന്നുകുട്ടി പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. അവൾ പോകുമ്പോഴത്തേക്കും ഇതെല്ലാം ഏകദേശം റെഡി ആയിട്ട് കിട്ടണം. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ നേരം വൈകിയാണ് കേട്ടോ എണീക്കണത്. ഒന്നാമത്തെ എന്താണെന്നറിയില്ല, രാത്രി ഫോണിൽ കളിച്ചൊക്കെ കിടന്നു കഴിയുമ്പോൾ നേരം വൈകും. അതൊക്കെ കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ നേരം വൈകും കേട്ടോ. പിന്നെ അതാണെന്ന് മെയിനായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ പണികൾ തീരാനും ഭയങ്കര സമയമാണ് കേട്ടോ. 9 മണി 10 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണികളൊക്കെ തീർന്നുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ 11 മണി ആവുന്നുണ്ട്. എന്നിട്ട് രാവിലത്തെ എണീക്കൽ കുറച്ചുകൂടി ഒന്ന് നേരത്തെ ആക്കണം. ഇതെൻ്റെ കുഞ്ഞാപ്പൂ സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലും രൂപവും ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ആൾ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. പിന്നെ അടുത്ത ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിച്ച് പോകരുത് കേട്ടോ. ഇത് നമ്മൾ ബട്ടർഫ്ലൈനെയാണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ബട്ടർഫ്ലൈൻ്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ, ബട്ടർഫ്ലൈ എന്ന് വെളിച്ചത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ മോളെ ഒന്ന് കണ്ണു പൊട്ടിച്ചാൽ മതി, അവൾക്ക് എന്തെങ്കിലും രൂപമായാൽ മതി കേട്ടോ. ആൾ പൂച്ചേനുണ്ടാക്ക് കടുവേനുണ്ടാക്ക് എന്നൊക്കെ പറയും. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തതിൻ്റെ ഇത് അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളങ്ങ് വിശ്വസിച്ച് പോയിക്കോളും. നഴ്സറി പോകും വരികയാണ് കേട്ടോ ഇത് നടക്കത്തുള്ളൂ. നഴ്സറി പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ അവൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മൻ്റെ പൂച്ച ഇതല്ല, അമ്മൻ്റെ ഇത് കടുവയാണെന്ന് പറയും അവൾ മിക്കവാറും. പിന്നെ കയ്യിൽ ഇത് അവരെ ക്രീമോ സ്പ്രേയോ എന്തൊക്കെയോ കയ്യിൽ തേച്ച് വന്നിട്ട് അമ്മ എൻ്റെ കൈയൊന്ന് മണത്തോക്ക് എന്ന് പറഞ്ഞിട്ട് വന്നാണ് കേട്ടോ. നോക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മണമാണ് കേട്ടോ കയ്യിലുള്ളത്. അതായത് നമ്മളെ ബട്ടർഫ്ലൈൻ്റെ രൂപം ഇങ്ങനെയായി വന്നിട്ടുണ്ട്. പിന്നെ കേബേജ് ആ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചായിരുന്നു. ഫോൺ ചാർജ് ഇല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി വയ്ക്കാനൊക്കെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും വീഡിയോസിൽ ഉൾപ്പെടാൻ പറ്റാത്തത്. രാവിലെ എണീക്കും മിക്ക ദിവസം ഫോണിൽ ചാർജ് ഉണ്ടാവത്തില്ല കേട്ടോ. അന്നേരം ഇടയ്ക്കിടയ്ക്ക് അത് കുത്തി വെക്കാനും കൊണ്ടുപോകും. അന്നേരം പകുതി വീഡിയോസ് എടുക്കാനും പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ദോശ ചൂടലും ഉപ്പേരിയാകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൊന്നൂസ് പാർസലാക്കി അവൾ സ്ഥലം വിട്ടു കേട്ടോ. ഇപ്പോൾ ചക്കരയേ ഉള്ളൂ, ചക്കരയും കൂടെ ഇപ്പോൾ പോകും. ചക്കര അവിടെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് കേട്ടോ എനിക്ക് വീഡിയോസ് എടുത്ത് തരിക. അതുകൊണ്ടാണ് കുറച്ച് അവൾ ലോങ് അവിടെ ഇരുന്നിട്ടാണ് എനിക്ക് വീഡിയോസ് എടുത്ത് തരിക. നമ്മുടെ പുതിയ ചട്ടിയിലാണ് ഇന്ന് കറി വെച്ചത്. കുഴപ്പമൊന്നുമില്ല, വേഗം ചട്ടി ചൂടായി കിട്ടുന്നുണ്ട്. കാരണം ഞാൻ 2 ദിവസം അടുപ്പത്ത് വെച്ച് നന്നായി കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചട്ടി നന്നായി മയങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിനൊന്ന് ആ കഞ്ഞിവെള്ളം ഏകദേശം ചട്ടി വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുൾ ചട്ടി വെള്ളം വെച്ചിട്ട് അത് 3/4 ചട്ടിയോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കഴുകി നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ തടവി ഒരു ദിവസം കൂടെ അടുപ്പിൻ്റെ ചൂട്ടെടുപ്പില്ല, നമ്മൾ തീ പോകുന്ന അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ചൂടാക്കിയെടുത്തായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നന്നായി തേച്ചെഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ ചട്ടി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൺചട്ടി ഒക്കെ മയക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാവും റെഡിയാക്കാൻ. പിന്നെ ഓട്ടട നമ്മൾ ചട്ടി വാങ്ങി വെച്ച് ഓട്ടട ചുട്ടിട്ടില്ല. ഇനി ഓട്ടട ഉണ്ടാക്കണം. പച്ചരി കമ്മിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓട്ടടയ്ക്ക് നിൽക്കാത്തത്. ഇപ്രാവശ്യം റേഷൻ വാങ്ങാൻ പച്ചരിയും കൂടെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ. അങ്ങനെ രാവിലത്തെ അടുക്കള പണികൾ ഏകദേശം ഒതുക്കി വെച്ച് തട്ടലും മുട്ടലും പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ കിടക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ലായിരുന്നു. കാരണം രാവിലെ അടുക്കളത്തെ പണീൻ്റെ ഇടയിൽ കൂടി ഇത് നടക്കത്തില്ല. ആരും ഞാൻ എന്ത് ചെയ്യും, എല്ലാ പണികളും തീർന്നു വന്നതിന് ശേഷം ഇത് മടക്കി വെക്കുള്ളൂ കേട്ടോ. എല്ലാ പണികളും എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ അവിടുത്തെ പെട്ടെന്നുള്ള പരിപാടികൾ തീർത്തിട്ട്. ചിലപ്പോൾ പൊന്നൂസ് സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ അവൾ രാവിലെ മടക്കിയിടും. ചിലപ്പോൾ ശ്യാമേട്ടൻ തന്നെ മടക്കി റെഡിയാക്കിയിട്ടിട്ട് പോകും. ചിലപ്പോൾ ആൾ തിരക്കിൽ പോകുകയാണെങ്കിൽ മറന്നു പോകുകയാണെങ്കിലൊക്കെ ആളത് അവിടെ മടക്കിയിടാതിരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മൂപ്പരെന്നെ മടക്കിയിട്ടിട്ട് പോകട്ടോ. പിന്നെ ഞാൻ എല്ലാം വന്ന് തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കിയിടും. എത്ര വൃത്തിയാക്കിയിട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കുഞ്ഞാപ്പൂക്കുട്ടി
4 കയറ്റം 4 തുള്ളലും തുള്ളിക്കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും കേട്ടോ. ആളുടെ അടുത്ത് ഫോൺ വാങ്ങിച്ചതിൻ്റെ ഗൗരവത്തിലാണ് ആളിവിടെ നുള്ളിപ്പെറുക്കി ഇരിക്കുന്നത്. എല്ലാവരും പറയും മക്കൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല, ഫോൺ കൊടുക്കാൻ പാടില്ല. നീ എന്താ ചെയ്യുക? ഇത് ഫുഡ് കഴിക്കണമെങ്കിൽ ഫോണില്ലാതെ രക്ഷയില്ല. പിന്നെ ഞാൻ വടി എടുക്കേണ്ടവരും കരച്ചിലായി ഒച്ചപ്പാടായി ബഹളായി അതങ്ങനെ പോകട്ടോ. അന്നേരം ഫോൺ ഒരു 5 മിനിറ്റ് ഞാൻ കൊടുക്കും. 5 മിനിറ്റിനുള്ളിൽ തിന്നില്ലെങ്കിൽ തരത്തില്ല എന്ന് പറയും. പിന്നെ ആൾക്ക് കൊടുക്കില്ല എന്നത് ഉറപ്പിലാണ് ഞാൻ കൊടുക്കുക കേട്ടോ. അന്നേരം വേഗം ആൾ കഴിച്ചിട്ട് പോകും. പിന്നെ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. കാരണം എനിക്കിത് കാണുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടത്. എൻ്റെ മക്കളോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇതെടുത്ത് വീഡിയോ ഇടും കേട്ടോ, നിങ്ങൾക്ക് നാണക്കേടാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ചക്കര പറയാം, അമ്മ ഞാൻ ഇത് വീഡിയോ എടുക്കൂല കേട്ടോ, ഇത് ഞാൻ വീഡിയോ എടുക്കില്ല, ഞാൻ കട്ടാക്കാം, ഞാൻ മര്യാദക്ക് വീഡിയോ എടുത്തോ, കാരണം നിങ്ങളൊന്നും നാണം കിടന്നത് നല്ലതാണ്. ഇതൊക്കെ അമ്മയാണ് ഒതുക്കി വെക്കുന്നത്, നിങ്ങളെല്ലാം ഒതുക്കി വെക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. നിങ്ങൾ ഇച്ചിരി നാണം കിടന്നത് നല്ലതാണെന്ന് പറയും. എന്നിട്ട് ഞാൻ പുതപ്പ് മടക്കുന്നുണ്ടപ്പോൾ ആൾ വേഗം വീഡിയോ അവിടെ കട്ടാക്കി വെച്ചിട്ട് ആളുടെ പുതപ്പ് വേഗം അവിടെ കൊണ്ടുപോയി മടക്കി വെച്ചുട്ടാ. പിന്നെ പൊന്നൂസിനെ മടക്കുമ്പോഴത്തേക്ക് അവളവിടെ മടക്കി വെച്ചു. കാരണം അത് വീഡിയോയിൽ വരരുതല്ലോ, മോശമല്ലേ അത് വിചാരിച്ചിട്ടാ. പൊന്നൂസിന് SPC ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ ആൾക്ക് എത്ര സമയം കിട്ടിയാലും പറ്റത്തില്ല. മുടിയൊക്കെ അവൾ തന്നെയാണ് കെട്ടുക. ഞാൻ കെട്ടിക്കൊടുത്താലൊന്നും ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ആൾ തന്നെ കെട്ടുന്നതുകൊണ്ട് തന്നെ കുറേ സമയം എടുക്കും കേട്ടോ. മുടി 2 വശത്ത് കെട്ടി അതിന് ടിക്ക് കുത്തി ക്ലിപ്പ് കുത്തി വരുമ്പോഴത്തേക്കും ഒരു 1/2 മണിക്കൂർ മുടി തന്നെ ആളത് പോയി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ഒന്ന് വരുമ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റ് അവിടെ തന്നെ എൻ്റെ പോയി കിട്ടും കേട്ടോ. ഇത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ടൊന്ന് പോയി ഇങ്ങോട്ടേക്ക് പോയി ഒരു ഒതുക്കി പെറുക്കലിൻ്റെ ഇടയ്ക്ക് 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കാരണം കുഞ്ഞാപ്പുക്കുട്ടി അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പോകേണ്ടി വരുന്നത്. ചക്കരേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കംപ്ലീറ്റ് എടുക്കണമെന്ന്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പിന്നെ വീഡിയോസ് നോക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസ് നോക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് ഞാൻ അറിയുള്ളൂ. ചിലപ്പോൾ ഞാൻ അറിയാത്ത വീഡിയോസ് പോലും അവൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇത് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ തല കുത്തൂട്ടോ. എനിക്ക് ദേഷ്യം പിടിക്കുമ്പോഴാണ് ഞാൻ ചില ദിവസങ്ങളിൽ വരുന്ന ഒരു സാധനവും ഞാൻ എടുത്തു വെക്കത്തില്ല. മുടിക്കുത്തി ക്ലിപ്പ് ടിക്ക് എന്ന് പറഞ്ഞ പോലെ ഈ പെൺകുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അറിയത്തില്ല കേട്ടോ, എൻ്റെ വീട്ടിൽ മാത്രമാണ് ഇങ്ങനെയെന്ന്. ഒരു സാധനം എത്ര നമ്മൾ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താലും അതിൽ കറക്റ്റായിട്ട് കൊണ്ടിടില്ല. ഇവർക്ക് തോന്നുന്ന സ്ഥലത്ത് വെച്ചിട്ട് പോകട്ടോ. 2 ദിവസം കഴിയുമ്പോൾ ഒരു സാധനം കാണത്തുണ്ടാവില്ല. കാരണം നമ്മളെ കുഞ്ഞാപ്പക്കുട്ടി കിട്ടുന്നിടത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിടും. ഇതുണ്ടോ ആളിരിക്കുന്നുണ്ടോ, ഈ ഇരിപ്പിരിക്കും ഫോൺ കിട്ടും വരെ അവിടുന്ന് പിറുപിറുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വയസ്സായ ആൾക്കാർ പറയില്ലേ, അതുപോലെ പിറുപിറു പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ മോളെ അവസ്ഥ കേട്ടോ. ആള് വെറും കാന്താരിയാണ് കേട്ടോ. പിന്നെ കട്ടിലിൻ്റെ അടി അടിച്ചു വരില്ല. എൻ്റെ കെട്ടിടക്കിടക്ക് ചോദിക്കും, ഇങ്ങനെ കട്ടിലിൻ്റെ അടി അടിച്ചു വരില്ലേ. ആൾക്ക് പൊടിയുടെ മണമൊന്നും തീരെ പറ്റില്ല കേട്ടോ. പണിസ്ഥലത്ത് തന്നെ പൊടി അടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജലദോഷം പിടിക്കും. അതുകൊണ്ട് കട്ടിലിൻ്റെ അടിയൊക്കെ ഡെയിലി അടിച്ച് വാരിയില്ലെങ്കിൽ വന്നാൽ ചോദിക്കും കേട്ടോ. ഇന്നലെ കട്ടിലിൻ്റെ സ്ക്രൂ ലേശം ഒരു ടൈറ്റ് കുറവുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചടപടേന്ന് ടൈറ്റാക്കി വെച്ചതുകൊണ്ടേ നന്നായി ടൈറ്റാക്കിയില്ല. കട്ടിൻ്റെ മുകളിൽ കുട്ടികൾ കയറി 2 തുള്ളികളുമ്പോൾ കിടുകിടുന്ന് വെച്ചേക്കണം. അന്നേരം ഇന്നലെ ടൈറ്റാക്കാൻ കയറുമ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, കട്ടിലിൻ്റെ അടി അടിച്ച് വാരിയെങ്കിലും ഞാൻ കയറുന്നുള്ളിൽ ഞാൻ കയറുന്നില്ല. അത് പിന്നെ ഞാൻ എന്നും കട്ടിലിൻ്റെ അടി അടിച്ചു വരട്ടോ. കാരണം എന്നും പൊടി വീഴുന്നതുകൊണ്ട് എന്നും അടിച്ചു വരും. പിള്ളേർ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലാണ് ഭയങ്കര പ്രശ്നങ്ങൾ. കാരണം അതിൻ്റെ അടിയിൽ കുറേ നമ്മൾ എടുക്കാത്ത പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും പൊടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ അതിൻ്റെ അടിയിലേക്ക് പോകത്തുള്ളൂ. ഞാൻ 1.5 പണിയായിരിക്കും കേട്ടോ അവിടെ. പിന്നെ ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ട തുണികളാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ടത് അവിടെ കിടന്നിട്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏകദേശം അവിടെ കിടന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിൽ കുട്ടികളെ യൂണിഫോമൊക്കെ ആയതുകൊണ്ട് തീരെ ഉണങ്ങാത്തത് മാത്രം ഞാൻ മുകളിൽ കൊണ്ടിട്ടുള്ളൂ വെയിലത്തേക്ക്. ബാക്കിയുള്ളത് അവിടെ തന്നെ ഇട്ടു. കാരണം ഉച്ചക്കത്തെ വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടും. കാരണം ഇപ്പോൾ നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. ഞങ്ങളിന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, വയനാട്ടിൽ ഇങ്ങനെ വെയിലാണ്. ഈ പുറത്തേക്കൊക്കെ എന്തായിരിക്കും അവസ്ഥ? തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ അങ്ങോട്ടൊക്കെ നല്ല ചൂടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വയനാട്ടിൽ ഇത്ര ചൂടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ എന്താണ്, ഈ നമ്മൾ ഇറങ്ങി വരുന്ന വഴീൻ്റെ സൈഡിൽ എപ്പോഴും വേഗം കാടാവും കേട്ടോ. കാരണം അമ്മ തൊഴിലുറപ്പിന് പോകാത്ത സമയത്താണ് ഈ അമ്മ ഇതൊക്കെ എപ്പോഴും നുള്ളി പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചെറുത് വരുമ്പോഴേക്ക് അമ്മ എല്ലാം പറിച്ച് കളയും. കാരണം പിള്ളേർ ഇങ്ങനെ ഓടി കളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കടിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്താളില്ലേ, ചവിട്ടി പോകുമെന്ന് അറിയത്തില്ല. 2 ചൊട്ടകളല്ലേ, അന്നേരം 2 അതിൽ കൂടി ഇങ്ങനെ സമയം കളിക്കുന്ന ആൾക്കാരാണ്. അന്നേരം ഞാൻ എന്താ ചോദിച്ചു, അടിച്ചു വരാൻ നേരത്തെ ഇത് നടക്കത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതിനായിട്ട് നമ്മൾ പെനക്കെട്ട് ഇറങ്ങത്തില്ല. അന്നേരം പിന്നെ അടിച്ചു വരുമ്പോൾ 2 പറക്കലങ്ങ് പറിച്ച് കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അത് ലേശം ഉണ്ടായിരുന്നു, അതും അങ്ങ് നുള്ളിപ്പറിച്ചെടുത്തിട്ടാട്ടോ പിന്നെ അടിച്ചു വാരൽ തുടങ്ങിയത്. അടിച്ചു വാരൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുമ്പശം പിന്നെ നിങ്ങൾ കാണുന്ന കുറച്ചേ ഉള്ളൂ. പിന്നെ ബേക്ക് വശത്തേക്ക് അങ്ങനെ പോവാറ് കുറവാണ്. പിന്നെ അപ്പുറം 2 വശമുണ്ട് അടിച്ചു വരാൻ. അവിടെ പിന്നെ അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കാറില്ല. കാരണം അവിടെ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. തുണികൾ അഴയിലിങ്ങനെ നല്ല ഡിസൈനിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ബേക്ക് വശത്തെ വീഡിയോസൊന്നും ഇതിലങ്ങനെ ഉൾപ്പെടുത്താത്തത് കേട്ടോ. നമ്മൾ വീഡിയോസ് എങ്ങോട്ട് ചിരിച്ചാലും നല്ല നല്ല സീനറികളായിരിക്കും കാണാം. അതുകൊണ്ടാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കുമ്പോൾ എന്ന് ഇവർക്ക് ഇവിടെ മാത്രമേ അടിച്ചു വരാനുള്ളൂ എന്നല്ല. അപ്പുറത്ത് കാണുന്ന അനിയൻ്റെ വീടാണ് കേട്ടോ. അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത്. പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക്. അത് അവരോടാണ് ഞാൻ പറയുന്നത്, ഇത് അനിയൻ്റെ വീടാണ്, ഇത് ഞങ്ങളുടെ വീടാണ്. ഇതിൻ്റെ അപ്പുറത്തുണ്ട് അമ്മയുടെ വീട് കേട്ടോ. അവർ 3 വീട് ഇങ്ങനെ അരികത്തരികത്താണ്. താഴെ നല്ലൊരു കിടുക്കാച്ചി പുഴയുണ്ട്. കാണാത്തവരാണ് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പുഴയും കാണാം കേട്ടോ. അതിന്ന് പുഴ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എൻ്റെ അകത്തെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ചക്കര പോയിട്ടോ. ചക്കര പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റും. ഇത് മുറ്റത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് എടുത്താണ്. കുഞ്ഞാപ്പുക്കുട്ടി അപ്പുറത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ സ്റ്റാൻഡ് വെച്ച് വീഡിയോ
വീഡിയോസ് എടുക്കണേ. കാരണം നമ്മൾ കൊള്ളിയിലാണല്ലോ നമ്മൾ സ്റ്റാൻഡ് ഇരിക്കണേ. അന്നേരം ഒരനക്കം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ തടുപടി ആവും. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ഉണ്ടോ. ഞങ്ങൾ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, ചായ വെച്ച് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പൊന്നൂസ് എത്തിയിട്ടില്ല കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ.